This is a special occasion for me, in fact, to introduce this book. I mean, it is a personal, emotional moment for me in many ways. I had a chance to read Dhananjay Keer's book on Ambedkar, which was a transition point for me. Today, when I am introducing this seminal work on the political philosophy of Ambedkar, I'm about to submit my PhD thesis in one of the prominent, prestigious institute of our country, Indian Institute of Technology, Madras. So, from Dhananjay Keer to Valerian sir, it actually a marvelous journey for me personally. വളരെ കാലികമായ ഒരു രചനയാണ് ഈ പുസ്തകത്തിലൂടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. ഡോക്ടർ ബി ആർ അംബേദ്കറിനെ സംബന്ധിച്ച് നമ്മൾ മലയാളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കിയാൽ ഒരു പൊതുബിംബം എന്നുള്ള നിലയിൽ അംബേദ്കറെ വായിക്കുകയോ ചിത്രീകരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വളരെ അടുത്ത കാലത്താണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അംബേദ്കറിൻ്റെ ഒരു ദൃശ്യത വളരെ അടുത്ത കാലത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭരണഘടനാ ശില്പി എന്നുള്ള നിലയിലും ഇന്ത്യയിലെ ജനാധിപത്യത്തെ നിർവചിക്കുന്നതിനും ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാക്കി തീർക്കുന്നതിനുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിലുമൊക്കെ അംബേദ്കറിൻ്റെ പങ്കിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും അംബേദ്കർ മറ്റ് സൈദ്ധാന്തികരെ പോലെ അല്ലെങ്കിൽ മറ്റ് ചിന്തകരെ പോലെ കേരളത്തിൻ്റെ ഒരു പൊതുമണ്ഡലത്തിൽ എത്രത്തോളം ആഴത്തിലും പരപ്പിലും ആഴ്ന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊരു ആത്മപരിശോധന നടത്തിയാൽ അത് വളരെ ചുരുക്കമാണെന്ന് തന്നെ പറയാം. പക്ഷേ ഈ പുസ്തകം ഇറങ്ങിയ അല്ലെങ്കിൽ ഇത് പുറത്താകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അംബേദ്കറിനെ മറ്റു പല അർത്ഥത്തിൽ നമ്മൾ വായിക്കപ്പെടാൻ നിർബന്ധിതരായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന പലതരത്തിലുള്ള അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സങ്കല്പനം തന്നെ പലതരത്തിലുള്ള വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി അംബേദ്കറിൻ്റെ രാഷ്ട്രീയ ചിന്തകളെ ആറ്റിക്കുറുക്കി ഇത്തരത്തിലുള്ളൊരു പുസ്തകമാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. ഏകദേശം 10ഓളം അധ്യായങ്ങളായി പുസ്തകത്തെ ക്രമപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആമുഖവും കൺക്ലൂഷനും കൂടാതെ തന്നെ ഇതിൽ അംബേദ്കറിൻ്റെ രാഷ്ട്രീയ ചിന്താ പദ്ധതി രൂപപ്പെടുന്നതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണ് നമ്മളിന്ന് കാണുന്ന നീതിയുക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഇക്വാലിറ്റി വേണമെന്നാവശ്യപ്പെടുന്ന ഒരു സമൂഹമായി പരിണമിക്കുന്നതിന് ഉള്ള ചിന്തകൾ എങ്ങനെയാണ് അംബേദ്കറിൻ്റെ ഉള്ളിൽ കരുപിടിച്ചു വന്നത് എന്ന അതിനെ ഒരു എപ്പിസ്റ്റമോളജി എന്നുള്ള നിലയിലാണ് ഗ്രന്ഥകർത്താവ് കാണുന്നത്. ആ ഒരു കാലഘട്ടം മുതൽ അതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിൻ്റെ ഫോമേഷനെക്കുറിച്ചും അതുപോലെ ഒരു സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ നവീകരണത്തെക്കുറിച്ചുമുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ഇടപെടൽ നടത്തുന്നത് എന്നുള്ള ഒരു വളരെ വിപുലമായ ഒരു കാലഘട്ടത്തെ കാച്ചിക്കുറുക്കി ഒരു പുസ്തക രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കൃതിയുടെ ഒരു വലിയ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സവിശേഷത. നമുക്ക് അംബേദ്കറിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് അറിയാം. അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള വിവേചനങ്ങൾ, ജാതീയമായിട്ടുള്ള മാറ്റി നിർത്തലുകൾ, പ്രാന്തവൽക്കരിക്കപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിനെ ഒരു തിയററ്റിക്കലി സിദ്ധാന്ത രൂപത്തിൽ അതിനെ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്ന സമയത്ത് അംബേദ്കറിൻ്റെ ബാല്യകാലത്ത് നടന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ചും കൂടെ നമ്മുടെ ഈ കൃതിയിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതായത് മുംബൈ നഗരത്തിൽ, പഴയ ബോംബെ നഗരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് വരുന്ന സമയത്ത് മിൽ തൊഴിലാളികളുടെ ഇടയിൽ പലതരത്തിലുള്ള സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ചില സീക്രട്ട് സൊസൈറ്റീസ് എന്നാണ് യു ആർ മെൻഷനിങ് അബൌട്ട് ദാറ്റ് തിങ്. അതായത് മിശ്രഭോജനം നടത്താനും മിശ്രവിവാഹം നടത്താനും ഒക്കെ സന്നദ്ധതയുള്ള തൊഴിലാളി സമൂഹങ്ങളും അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളുമൊക്കെ നടന്നു വരുന്നൊരു പ്രക്രിയ അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
കബീറിനെ പോലെ, ജ്യോതിബ ഫൂലെ പോലെയുള്ള ആളുകൾ അവരുടെ സിദ്ധാന്തങ്ങൾ, അവരുടെ ആശയങ്ങൾ അത് സമത്വത്തിലും ഒരുപക്ഷെ റിലീജിയൻ എന്ന് നമ്മൾ പറയുന്ന വിശ്വാസത്തിലുമൊക്കെ ആഴത്തിൽ വേരൂന്ന തലത്തിൽ പ്രചരിക്കപ്പെട്ടിരുന്ന ഒരു കാലം കൂടെയായിരുന്നു. അപ്പോൾ അംബേദ്കറിൽ അതൊരു വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഒരു സിദ്ധാന്തം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ, അല്ലെങ്കിൽ ഒരു ജീവിതത്തെക്കുറിച്ചൊരു വീക്ഷണം ഉണ്ടാക്കിയെടുക്കുന്നതിൽ, ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു ധാര ഉണ്ടാക്കിയെടുക്കുന്നതിൽ കബീറിനെ തുടർന്ന് ഫൂലെയും അടക്കമുള്ള ആളുകളുടെ ആശയങ്ങൾ കാര്യമായി ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ഇതിനോടൊക്കെ തന്നെ വളരെ ക്രിട്ടിക്കലായിട്ടാണ് അംബേദ്കർ സമീപിച്ചിട്ടുള്ളത്. അതിനെ അന്ധമായി സ്വീകരിക്കുക. അപ്പം അംബേദ്കറിൻ്റെ പിതാവിൻ്റെ പിതാവ്, രാംജി സക്പാലിൻ്റെ പിതാവ്, കബീറിൻ്റെ സിദ്ധാന്തത്തെ പിന്തുടരുന്ന ഒരു ശാഖയിലെ ഒരു പ്രത്യേക ധാരയിൽ ധാരാളം ആഴത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അത് കുഞ്ഞായിരിക്കുന്ന അംബേദ്കറിനെ അത് വളരെ വലിയ അർത്ഥത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അത് പിന്നീട് ബുദ്ധിസത്തിലേക്കൊക്കെ വികസിക്കുന്നതും അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അംബേദ്കർ ബുദ്ധിസത്തെ ഒരു റിലീജിയൻ എന്നുള്ള നിലയിലേക്ക് ഏറ്റെടുക്കേണ്ടി വന്നത്? അതിനകത്ത് തുല്യത, ജനാധിപത്യം, ഇക്കോണമിറ്റി എന്നൊക്കെ പറയുന്ന എലമെൻറ്റുകൾ എങ്ങനെയാണ് അംബേദ്കർക്ക് ദർശിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു ധാര കൂടിയാണ് പറയുന്നത്. തുടർന്ന് അദ്ദേഹം ജാതി എന്ന ഒരു സംഗതിയെ ഇന്ത്യൻ സമൂഹത്തിൽ എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണത് രൂപപ്പെടുത്തിയെടുത്തതിന് വളരെ ക്രിട്ടിക്കലായിട്ടാണ് ആന്ത്രപ്പോളജിസ്റ്റുകളും ഇന്ത്യയിൽ തന്നെയുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന പല നേതാക്കളും നിർവചിച്ചിരുന്ന ജാതിയല്ല അംബേദ്കർ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ അംബേദ്കർ ജാതി എന്ന് പറയുന്നതിനെ ഒരു നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ളൊരു ഘടനയായിട്ടല്ല മനസ്സിലാക്കിയിരിക്കുന്നത്. മറിച്ച് ആഴത്തിലുള്ള മനുഷ്യൻ്റെ മനസ്സിൽ ആഴത്തിൽ ആഴ്ന്നുപോയ ഒരു പറ്റം പ്രവർത്തന രീതികളുടെ എന്താ പറയുന്നത് ഒരു സങ്കേതമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടാണ് അതിനെ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ജാതി എന്ന് പറയുന്ന ഒരു മാനസിക ഒരു ഘടനയെ പൊളിച്ചെഴുതാൻ വേണ്ടി എന്താണ് നിർവഹിക്കേണ്ടി വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പം ജാതിക്ക് സമാനമായി ഒരു സാമൂഹിക ഘടനയിൽ ഏതൊക്കെ തരത്തിലുള്ള സോഷ്യൽ ക്ലാസിഫിക്കേഷനാണ് നിലനിൽക്കുന്നത് എന്ന് ലോകത്തെമ്പാടുമുള്ള പല തരത്തിലുള്ള സമൂഹങ്ങളെയും നിരീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അപഗ്രഥിച്ചുകൊണ്ട് അംബേദ്കർ ചില സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. അതായത് പരിവർത്തിതപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ജാതി. അതിന് ചില പ്രായോഗിക നടപടികളിലൂടെ അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ചിന്ത അതിന് വരുന്നത്. അത് അനിഹിലേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്, ചെയ്യാൻ സാധ്യമാണ്. പക്ഷേ അതിന് വിഘാതമായി നിൽക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി അല്ലെങ്കിൽ ഘടന മറുവശത്തുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റാണ് ഇന്ത്യൻ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അദ്ദേഹം ഫ്രഞ്ച് റവല്യൂഷനെ പോലെയുള്ള സംഗതികളെ വിശകലനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിൽ സംഭവിച്ചിട്ടുള്ള നവോത്ഥാനത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ മനുഷ്യൻ സ്വയം പരിവർത്തനപ്പെടുത്തിയെടുത്ത ചില പ്രക്രിയകളിൽ അദ്ദേഹം ആകർഷനാകുന്നുണ്ട്. അതല്ലെങ്കിൽ അത് സാധ്യമാണ് എന്ന് പറയുന്ന ഒരു ചിന്ത മുന്നോട്ട് വെക്കുന്നുണ്ട്. മറിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മളീ പറയുന്ന വിശ്വാസവും മതവും അതിനെ ഉറപ്പിക്കുന്ന ടെക്സ്റ്റുകളെയും, ടെക്സ്റ്റ് ആൻഡ് ട്രഡീഷനെ റീറീഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു അധ്യായം തന്നെ വളരെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഹൗ ടു റീറീഡ് ദ ടെക്സ്റ്റ് ആൻഡ് ട്രഡീഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ടെക്സ്റ്റിൽ അധിഷ്ഠിതമായിട്ടുള്ള മതത്തിൻ്റെ അല്ലെങ്കിൽ മതമെന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ ആഴത്തിലുള്ള ഇടപെടലുകൾ ആണ് നമ്മൾ ഇന്ന് കാണുന്ന ജാതിഘടനയെ, അംബേദ്കറിൻ്റെ കാലത്ത് കാണുന്ന ജാതിഘടന എന്നുള്ളത് അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ കൃതികളിലൊക്കെ വിശദീകരിച്ചൊരു കാര്യമാണ്. പക്ഷേ ഈ പുസ്തകത്തിൽ അതിനെ നമുക്ക് വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നു. അതായത് കേവലം ഒരു ജാതി നിരാകരണ പ്രസ്ഥാനമോ അല്ലെങ്കിൽ ജാതി അനിഹിലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു സന്ദേശമോ മുദ്രാവാക്യമോ അല്ല അംബേദ്കർ മുന്നോട്ട് വെച്ചത്. മറിച്ച് കലുഷിതമായ ഒരു ഇന്ത്യൻ മനുഷ്യ മനസ്സിനെ നവീകരിക്കുന്ന, അതിനകത്ത് ജനാധിപത്യത്തിൻ്റെ ഒരു മൂല്യത്തെ ആഴപ്പെടുത്തുന്ന ഒരു വളരെ ആഴത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് അംബേദ്കർ വിഭാവനം ചെയ്യുന്നത്. അത് ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലൂടെ ആഴ്ന്നു പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കുന്നത്. ഹ്യൂമൻ വാല്യൂ എന്ന് പറയുന്നത് സംഗതി, ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്
അത് ശ്രീനാരായണ ഗുരു പറയുന്നത് പശുവിൻ്റെ ഗുണം പശുത്വമാണെന്ന് പറയുന്ന പോലെ മനുഷ്യൻ്റെ ഗുണം മനുഷ്യത്വമാണെന്ന് പറയുന്നത് പോലെ അംബേദ്കർ ആ മനുഷ്യത്വം എന്ന് പറയുന്നതിനെ നിർവചിക്കുന്ന ഒരു തലത്തിലേക്ക് ഉയരുന്നത് ഈ ഒരു വിശകലനത്തിലൂടെ കടന്നു പോകുന്നതാണ്. അത് വളരെ മനോഹരമായി നമ്മുടെ ഈ കൃതിയിൽ അവതരിപ്പിക്കുന്നു. ബീയിങ് ഹ്യൂമൻ എന്നുള്ള ചാപ്റ്റർ അതാണ് നമുക്ക് മുന്നോട്ട് വെക്കുന്നത്. അതിനുശേഷം നാഷണലിസം, ഐഡിയ ഓഫ് ഡെമോക്രസി, വിച്ച് ഇസ് വെരി വൺ ഓഫ് ദി കോർ ഓഫ് ദി ബുക്ക് ആക്ച്വലി. ഡെമോക്രസി എന്ന് പറയുന്നതിനെ നിർവചിക്കുന്ന, ഡെമോക്രസി പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, ഇന്ത്യൻ മനസ്സ് എങ്ങനെ ഡെമോക്രസിയെ സ്വീകരിക്കാതിരിക്കുന്നു, എന്തുകൊണ്ടാണ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സംഗതി സ്വീകരിക്കാതെ പോകുന്നത്, ഇത് ഒരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യനായിട്ട് തന്നെ അംബേദ്കർ ഉന്നയിക്കുന്നുണ്ട്. ജനാധിപത്യം എന്ന് നമുക്ക് അതേസമയം തന്നെ അംബേദ്കർ സ്ട്രോങ് ആയിട്ട് ആർഗ്യൂ ചെയ്യുന്നൊരു കാര്യം, ദർ ഇസ് നോ അതർ വേ, നമുക്ക് ഇക്വാലിറ്റിയെ എൻഷുർ ചെയ്യാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സാധ്യതമായ ഒരു പാത്വേ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അതിന് വളരെ ആഴത്തിലുള്ള ഒരു വില അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ തോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് ഈ പുസ്തകം നമ്മുടെ മുന്നിൽ വീണ്ടും ആവർത്തിക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അത് ഏതറ്റം വരെ ആകാം, എവിടെയാണ് അതിൻ്റെ പരിധി നിർണ്ണയിക്കപ്പെടേണ്ടത്, എന്തുകൊണ്ടാണ് സ്റ്റേറ്റിന് ആ തരത്തിലൊരു പരിവേഷം നൽകേണ്ടത്, ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ വളരെ ആഴത്തിൽ അംബേദ്കർ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. സ്റ്റേറ്റിനെ കുറിച്ചിട്ട്, അതിൻ്റെ അവകാശങ്ങളെക്കുറിച്ച്, അതിൻ്റെ എന്താ പറയുന്നത് സാധ്യതകളെക്കുറിച്ച്, അതിൻ്റെ സ്കോപ്പിനെ കുറിച്ചുമൊക്കെ വളരെ വിപുലമായിട്ട് അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി എന്നുള്ള നിലയിൽ സ്റ്റേറ്റിനെ, അത് പ്ലേറ്റോ മുതൽ ഇങ്ങോട്ടുള്ള സ്റ്റേറ്റ് നിർവചിക്കപ്പെട്ടിരിക്കുന്ന ഘടകങ്ങളെ അംബേദ്കർ വളരെ ആഴത്തിൽ ഇഴകീറി പരിശോധിക്കുകയും ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രക്ചറിനകത്ത് ജാതി പോലെയുള്ള സാമൂഹ്യ ഘടകങ്ങൾ എങ്ങനെയാണ് ഈ സ്റ്റേറ്റിനകത്ത് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്ന് എങ്ങനെയാണ് അതിനെ വഴിമാറി കാണേണ്ടത് എന്നൊക്കെയുള്ള വളരെ ആഴത്തിലുള്ള ചിന്തകൾ, അതിൻ്റെ അടിത്തട്ടിലുള്ള ഫിലോസഫിക്കൽ തോട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിലേറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലിസം ആൻഡ് റൂൾ ഓഫ് ദി ലോ കഴിഞ്ഞാൽ റിലീജിയൻ ആൻഡ് ദ മോഡേൺ പബ്ലിക് എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു കൺക്ലൂഷന് മുമ്പുള്ള ഒരു മനോഹരമായ ചാപ്റ്ററാണ്. നമുക്ക് അതേക്കുറിച്ചിട്ടാണ് കൂടുതലും ശരിക്കും സംസാരിക്കാനുള്ളത്. അതായത് ഈ ജനാധിപത്യം, ഭരണഘടന എന്നീ പറയപ്പെടുന്ന സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ ആശയങ്ങളെ, സംവിധാനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ അത് രൂപപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ പിന്നിൽ റിലീജിയൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ എന്തുമാത്രം സ്വാധീനമുണ്ട് എന്നുള്ളത് വിമർശന വിധേയമായി ഈ അംബേദ്കർ കാണുന്നുണ്ട് പല അർത്ഥത്തിലും. ഇപ്പം ഒരു ആന്ത്രപ്പോളജിക്കൽ സെൻസിൽ റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു ബിലീഫ് സിസ്റ്റം മാത്രമാണ്, അല്ലെങ്കിൽ നമ്മളിന്ന് പറയുന്ന സോക്കോൾഡ് റിലീജിയനായിട്ട് ആ അർത്ഥത്തിൽ മാത്രമല്ല അതിനെ കാണുന്നത്. ഏത് തരത്തിലുള്ള പ്രാക്ടീസും അതിനൊരു ഇവല്യൂഷണറി പാത്ത് അംബേദ്കർ നിരീക്ഷിക്കുന്നുണ്ട്. അതായത് ഒരു പ്രിമിറ്റീവ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റിയിൽ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന റിലീജിയൻ്റെ പരിമിതി എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് എന്താണെന്നുള്ളതിനെക്കുറിച്ചും, അത് ഒരു ആൻറ്റിക് സൊസൈറ്റിയിൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും, ഒരു മോഡേൺ സൊസൈറ്റിയിൽ, അതായത് ഒരു വികസിത സമൂഹത്തിനകത്ത് റിലീജിയൻ്റെ റോൾ എന്തായിരിക്കണം, എവിടെ വരെ അതിന് പോകാൻ പറ്റും എന്നുള്ളത് വളരെ ആഴത്തിൽ അംബേദ്കർ നോക്കുന്നുണ്ട്. അവിടെയാണ് ഹിന്ദു റിലീജിയനെ അദ്ദേഹം വളരെ ആഴത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. കാര്യം ജാതി എന്ന് പറയുന്ന പല തട്ടിൽ വിഘടിച്ച് നിൽക്കുന്ന ഗ്രേഡഡ് ഇനിക്വാലിറ്റി, റാങ്കിങ് സൊസൈറ്റി, ജനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളിൻ്റെ സാമൂഹ്യ പദവിയെ നിർണ്ണയിക്കേണ്ടി വരുന്ന ഇനിക്വാലിറ്റി അല്ലെങ്കിൽ റാങ്കിങ്, അങ്ങനെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് എങ്ങനെയാണ് ജനാധിപത്യം പ്രാവർത്തികമാക്കാൻ പറ്റുക? ഇതാണ് ഒരു വലിയ ക്വസ്റ്റ്യൻ. അതിൻ്റെ അർത്ഥം ഹിന്ദു സമൂഹം മാത്രമാണ് ഈ പറയപ്പെടുന്ന ഇനിക്വാലിറ്റിയെ നിലനിർത്തുന്നത് എന്നല്ല. അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയെ വിമർശന വിധേയമാക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ മിഷണറി പ്രവർത്തകരായി വന്നിട്ടുള്ള ആളുകൾ ഹിന്ദുമതത്തോട് സമരസപ്പെട്ടുകൊണ്ട് ഹിന്ദുമതത്തിൽ നിന്നിരിക്കുന്ന
ഈ ഹൈറാർക്കിയുടെ എലമെൻറ്റുകളെ സ്വമേധയാ സ്വാംശീകരിച്ചു പോയതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഇസ്ലാമിക് റിലീജിയൻ്റെ ഭാഗമായി ജാതി എന്ന് പറയുന്ന രൂപത്തെ അവരുടെ നിത്യജീവിതത്തിൻ്റെ പ്രാക്ടീസിൻ്റെ ഭാഗമാക്കി എങ്ങനെ അത് രൂപപ്പെടുത്തേണ്ടി വന്ന ഒരു ഗതികേടിനെ കുറിച്ച് അംബേദ്കർ ചിന്തിക്കുന്നുണ്ട്. സിഖിസം ഒരു പുരോഗമന മതമാണെങ്കിൽ പോലും ആ മത സംവിധാനത്തിനകത്തും ഇനിക്വാലിറ്റി എങ്ങനെയാണ് ഇൻഫിൽട്രേറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്, ഒരു ഇന്ത്യൻ മനസ്സ് ഏതൊക്കെ തരത്തിലാണ് വളരെ വിപുലമായി രൂപപ്പെട്ടു വന്നിട്ടുള്ള ഓരോ ഘടനയെയും ആഴത്തിൽ കൊണ്ടുപോയി ചേർത്തത് എന്നുള്ളത് അംബേദ്കർ നോക്കുന്നുണ്ട്. പക്ഷേ ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരു പൊതുബോധമായി മാറപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ ജാതി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ എന്താ പറയുന്ന ഒരു അസ്വാതന്ത്ര്യത്വം കുറേ കൂടെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ പക്ഷെ അതൊരു ഇന്ത്യൻ നിർമ്മിതമാണെന്ന്, അല്ലെങ്കിൽ ഒരു വേദകാലത്തിന് മുമ്പുള്ള ഒരു ഇന്ത്യക്ക് അത്തരം ഒരു പാരമ്പര്യമില്ല എന്നുള്ളതൊക്കെ ചരിത്രപരമായി അംബേദ്കർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം വൈദിക ടെക്സ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നിത്യ പ്രായോഗിക പ്രാക്ടീസായി ഇവരുടെ ലൈഫിൻ്റെ പ്രാക്ടീസാക്കി ഈ സംഗതിയെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അംബേദ്കർ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് റിലീജിയൻ്റെ ഒരു വലിയ ഒരു എന്താ പറയുന്നത് ഒരു മോട്ടോ ആയിട്ട് പറയുന്നത്. പക്ഷേ അംബേദ്കർ പറയുന്നത് പല റിലീജിയനും പലതരത്തിലുള്ള ഒരു വഴിയാണ്, അല്ലെങ്കിൽ ഒരു മാർഗമാണ്. അത് ഒരു സെൽഫ് ഇമാൻസിപ്പേഷന് വേണ്ടിയിട്ടുള്ള, ഒരു സെൽഫ് സാൽവേഷന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പം അതിൻ്റെ ഒരു തിയോളജി മനസ്സിലാക്കിയിട്ടല്ല ഒരുപക്ഷെ ഒരു സാധാരണക്കാരൻ തൻ്റെ റിലീജിയൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു പക്ഷേ റിച്വൽസ് ആയിരിക്കാം. അതുപോലെ ഒരു മനുഷ്യനായി തീരുന്ന, അല്ലെങ്കിൽ അയാളുടെ ഒരു പാസേജ് ഉണ്ടല്ലോ, ഒരു ബർത്ത് സെറമണി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മാരേജ് സെറമണി ഉണ്ടാവും. അങ്ങനെ ഒരു റൈറ്റ് ഓഫ് പാസേജിന് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ റിലീജിയനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ എടുക്കുന്നത്. പക്ഷേ ഇതൊക്കെ ആത്യന്തികമായും ഒരു ഗ്രൂപ്പിനകത്ത് മാത്രം ഒതുങ്ങി നിന്ന് നിലനിൽക്കേണ്ടി വരുന്നത്, അതൊരു ജനാധിപത്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഉള്ളിൽപ്പെടാത്ത തരത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഒരു സവിശേഷതയായിട്ട് അംബേദ്കർ കാണുന്നുണ്ട്. അത് ഹിന്ദുമതത്തിൻ്റെ അകത്താണ് അത്തരത്തിലുള്ളൊരു സംഗതി. പക്ഷേ ഈ ഹിന്ദുമതത്തിൻ്റെ ഈ ഒരു ഫിലോസഫി ഇതര മതങ്ങളിലേക്കും പടർന്നു പോയതിൻ്റെ ദുരന്തത്തെക്കുറിച്ച് അംബേദ്കർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ അതിജീവിക്കാനുള്ള ഒരു റിലീജിയൻ എന്ന് പറയാവുന്ന, ഈവൻ സോവിയറ്റ് യൂണിയൻ്റെ റിലീജിയനെ കുറിച്ചുള്ള കൺസെപ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരുപക്ഷെ ബുദ്ധിസം ഒരു അഡാപ്റ്റബിൾ റിലീജിയനായി സോവിയറ്റ് യൂണിയനെ ഒന്നായിരുന്നിരുന്നേനെ എന്നുള്ളൊരു ചിന്ത അംബേദ്കർ പങ്കുവെക്കുന്നതായിട്ട് നമുക്കിതിൽ വായിക്കാൻ സാധിക്കും. അപ്പം ബുദ്ധിസം എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലൈഫാണ്, ഒരു പ്രാക്ടീസാണ്. അവിടെ തുല്യതയുടെയും നീതിയുടെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ എലമെൻറ്റുകളെ ദൈനംദിന ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതൊരു തിയോളജി എന്നതിനേക്കാൾ ഉപരി ഒരു നിത്യജീവിത വ്യവസ്ഥയായി മാറിയിരിക്കുന്ന ഒന്നാണെന്ന് അംബേദ്കർ ആഴത്തിൽ മനസ്സിലാക്കി പറയുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ നമുക്കറിയാം, ഞാൻ ജനിച്ചതൊരു ഹിന്ദുവായിട്ടാണെങ്കിൽ മരിക്കുന്നത് ഒരിക്കലും ഒരു ഹിന്ദു ആയിട്ടായിരിക്കില്ല എന്ന് അംബേദ്കർ പ്രഖ്യാപിക്കുകയും തൻ്റെ മതപരിവർത്തനം ഒരു വലിയൊരു രാഷ്ട്രീയ ഇടപെടലായി മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പം ഈ അംബേദ്കറിൻ്റെ രാഷ്ട്രീയ ഫിലോസഫിക്ക് അകത്ത്, അല്ലെങ്കിൽ രാഷ്ട്രീയ ഫിലോസഫി, പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ തിയറി തന്നെയാണ്. അത് രാഷ്ട്രീയത്തിൻ്റെ അകത്തുനിന്ന് മാറി നിൽക്കുന്ന ഒന്നല്ല. അതേസമയം തത്വചിന്തയ്ക്ക് പുറത്തു നിൽക്കുന്നതുമല്ല. ഇതിൻ്റെ രണ്ടിനെയും കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു എൻറ്റാങ്കിൾ ചെയ്തിരിക്കുന്ന ഒരു ചിന്താ രീതിയാണ് ഇത്. തുടക്കം മുതൽ അംബേദ്കറിൻ്റെ ഒരു കുഞ്ഞായിരിക്കുന്ന അംബേദ്കർ മുതൽ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഗതി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന, നമുക്കറിയാം ഒരു പുരുഷായുസ്സിൽ ചെയ്തു തീർക്കാൻ പറ്റാത്ത അത്ര ആഴത്തിലുള്ള പഠനവും വായനയും അന്വേഷണവും. അംബേദ്കറെ പ്രൊഫസർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു ചിന്തകൻ എന്നുള്ള നിലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ദൈനംദിന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ സ്ത്രീകളുടെ, അതുപോലെ തന്നെ തുകൽപ്പണിയെടുക്കുന്ന തൊഴിലാളികളുടെ, മിൽ തൊഴിലാളികളുടെ, അവരുടെയൊക്കെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ സിദ്ധാന്തങ്ങളെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. അതിനകത്ത്
ഒന്നോ രണ്ടോ മറ്റ് ചിന്തകരെ കൂടി പ്രൊഫസർ വിശേഷിപ്പിക്കുന്നുണ്ട് അംബേദ്കറെ പോലെ. അതായത് ഒരു പുസ്തക വായനയിലൂടെ മാത്രം രൂപപ്പെടുത്തിയെടുത്ത ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി അല്ല, മറിച്ച് തൻ്റെ കർമ്മപഥത്തിലൂടെ, തൻ്റെ ഇടപെടലിലൂടെ ഇന്ത്യൻ സമൂഹത്തെ എങ്ങനെയാണ് ജനാധിപത്യവൽക്കരിക്കുക എന്ന തീക്ഷ്ണമായ ഒരു ചിന്ത. മറുവശത്ത് നമുക്ക് കാണാം, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഒരു ഇന്ത്യ പറയുന്നുണ്ട്, സ്വരാജ്യം എന്ന് പറയുന്ന ഇന്ത്യയുണ്ട്, അല്ലെങ്കിൽ ഹരിജനോദ്ധാരണം എന്ന് പറയുന്ന ഒരു ഇന്ത്യയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇന്ത്യക്ക് ഒക്കെ പുറത്ത് കുറേ കൂടെ ഇൻക്ലൂസീവായിട്ടുള്ള, വിശാലമായിട്ടുള്ള, പലതരത്തിലുള്ള അരികുവൽക്കരിക്കപ്പെട്ട ജനതയെയും ലിംഗപരമായും സാമൂഹ്യപരമായും സ്വത്വപരമായും ഒക്കെ പ്രാന്തവൽക്കരിക്കപ്പെട്ട മുഴുവൻ മനുഷ്യരെയും ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ധാരയിലൂടെ അവരുടെ ഓരോരുത്തരുടെയും അവകാശത്തെയും അർഹതയെയും മാനിക്കുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ ഇന്ത്യ മാറണം. ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തേക്കാൾ ഉദാത്തമായ ഒരു മുദ്രാവാക്യം ഇന്ത്യൻ സമൂഹത്തിന് ഒരുപക്ഷെ ചെയ്യാൻ സാധിച്ചേനെ. നമുക്ക് ഈ പറയപ്പെടുന്ന അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ മാനിഫെസ്റ്റ് ചെയ്താൽ ലോകത്തിന് തന്നെ ഒരു സന്ദേശം കൊടുക്കുന്ന, അതായത് സ്ലേവറിയെയും അൺടച്ചബിലിറ്റിയും തമ്മിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ താരതമ്യം ചെയ്യുമ്പോൾ അംബേദ്കർ പറയുന്ന ഒരു സംഗതിയുണ്ട്. സ്ലേവറിക്ക് അതിൻ്റെ ഒരു ഇൻബോൺ ആയിട്ടുള്ള ചില പോസിറ്റീവ് ആയിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്. കാരണം ഒരു സ്ലേവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു മാസ്റ്ററിൻ്റെ എപ്പോഴത്തെയും ഒരു സാമ്പത്തിക താല്പര്യത്തിൻ്റെയും സാമൂഹിക താല്പര്യത്തിൻ്റെയും ഭാഗമായി അങ്ങനെ ഒരു സ്ലേവ് എപ്പോഴും ചില ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മറിച്ച് ഒരു അൺടച്ചബിളിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സമൂഹത്തിൽ, സൊസൈറ്റിയിൽ അയാൾ ഒരിക്കലും ഈ പറയപ്പെടുന്ന ഒരു എമാൻസിപ്പേഷന് സാധ്യമാകുന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ ആകട്ടെ, ഈ അൺടച്ചബിൾ തന്നെയാകട്ടെ അതിന് വിധേയമാക്കപ്പെടുന്നില്ല. അപ്പം ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളെയും അതിജീവിക്കാനുള്ള ലോകത്തിൻ്റെ മുന്നിലുള്ള ഒരു മാതൃക എന്നുള്ള നിലയിൽ ആണ്, ഒരു ടെക്സ്റ്റ് കേസ് എന്നുള്ള നിലയിലാണ് അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിനെ കാണുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഫിലോസഫിക്കലായിട്ടുള്ള പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ വേരുകൾ പടർന്നിരിക്കുന്നത് ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്ന ബുദ്ധിസം എന്ന അങ്ങനെ ആ തരത്തിൽ ചുരുക്കുകയല്ല. ശരിക്കും അംബേദ്കർ ബുദ്ധിസത്തെക്കുറിച്ച് പറയുമ്പോഴും കൺവെൻഷനലായിട്ടുള്ള ഒരു ബുദ്ധനെ അല്ല അംബേദ്കർ വിഭാവനം ചെയ്യുന്നത്. ബുദ്ധ ആൻഡ് മാർക്സ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വർക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. കുറച്ചും കൂടെ എന്താ പറയുന്നത്, ഒരു പരിവർത്തിതപ്പെട്ട ഒരു ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു ബുദ്ധിസത്തെക്കുറിച്ചിട്ടാണ് അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം ഈ രാഷ്ട്രീയ ചിന്തയുടെ അടിത്തറ എന്താണ് എന്ന് ഒരു ഗഹനമായ തരത്തിൽ, ആഴത്തിലും പരപ്പിലും നമുക്ക് മനസ്സിലാക്കാവുന്ന, അതായത് അംബേദ്കർ എന്ന് പറയുന്ന ഒരു കടലിനെ കാച്ചി കുറുക്കി ഒരു തുള്ളി കടൽ തുള്ളിയായി സമർപ്പിച്ചിരിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ പ്രൊഫസർ വലേറിയൻ നമുക്ക് തന്നിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ കേരളത്തിൽ ഈ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പുസ്തകം കൂടെയാണ്. കാര്യം ഒരു ഫിലോസഫിക്കൽ തോട്ട്, ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ അംബേദ്കർ നമ്മുടെ മുമ്പിൽ ഒരു വിസിബിൾ ഒബ്ജക്റ്റ് അല്ല പല കാരണം. ഇപ്പം തമിഴ്നാട്ടിലെ ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ, സിനിമയിൽ ഒരു പബ്ലിക് ഓഫീസ് കാണിച്ചാൽ അവിടെ അംബേദ്കറിൻ്റെ ഒരു പടം ഉണ്ടാവും. ഗാന്ധിയുടെ പടം ഉള്ളതുപോലെ തന്നെ അംബേദ്കറിൻ്റെ പടം ഉണ്ടാവും. മലയാളത്തിലെ പല സിനിമകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ അംബേദ്കർ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പം തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്താൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഓരോ ഗ്രാമത്തിലും പലതരത്തിലുള്ള അംബേദ്കറിൻ്റെ സ്റ്റാച്യു ഉണ്ടാവും. അപ്പോൾ നമുക്ക് അംബേദ്കർ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മാറിയിട്ടില്ല. അംബേദ്കർ ആണ്. Okay, sorry. No, I was talking about the invisibility of Ambedkar in Kerala actually. Yeah, I mean, for instance, in public space, we don't have that much images. Like, if you look at any Malayalam movie, when there is a scene comes like, to depict a public office or something like that, maybe Gandhi's picture will be there, or Indira Gandhi might be there, Morarji Desai, or even Subhash Chandra Bose will be there, but Ambedkar won't be there. Whereas if you look at the movies comes from Tamil language or some other South Indian movies, when they picture a police station, Ambedkar will be there. So making visible of Ambedkar in Kerala society, I think this book will help us. I mean, again, we know that he's a political thinker, but
the political philosophy has another connotation, like, it's a kind of theory as a whole. So in this book, actually, I recommend, this is the right moment for us to reread Ambedkar and his journey, actually to strengthen our democracy and constitution. Thank you so much.